കമ്പനി ഒരു 1.5 മണിക്കൂറിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ പോകുന്ന വഴിയും വരുന്ന വഴിയൊക്കെ ഞാനിങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ പോകും. അപ്പോൾ ഈ നോട്ടീസൊക്കെ വന്നാലും എന്നെ ഒന്നും ഇഫക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് പറയും ഇതെല്ലാം നടക്കും. അപ്പോൾ സാവുച്ചന് ഭയങ്കര ടെൻഷനാണ്, സാവുച്ചന് ഉറങ്ങില്ല. അപ്പോൾ ഞാൻ ആ കൃപാസനത്തിൽ നിന്ന് കൊണ്ടുപോയ പത്രം ഞങ്ങളുടെ 2 പേരുടെയും പില്ലോയുടെ അടിയിൽ വയ്ക്കും. അപ്പോൾ സാവിച്ചേട്ടൻ സുഖമായിട്ട് ഉറങ്ങും. വരും ഞാനും ഉറങ്ങും. ഞാൻ കുറേ വർഷമായിട്ട് ഇങ്ങനെ ഉറങ്ങാൻ പറ്റാതെ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ ഇങ്ങനെ പോലെ വരും. അങ്ങനെ ഈ മാതാവിനോട് ഈശോയോട് നന്നായിട്ട് പ്രാർത്ഥിക്കും. കണ്ടിന്യൂസ് കരുണക്കൊന്തയും ജപമാലയൊക്കെ ചൊല്ലും. അപ്പോൾ സാവിച്ചേട്ടൻ പറയും നീ ഇത്ര പ്രാർത്ഥിച്ചിട്ടും എന്തേ നമ്മളെങ്ങനെ ഇങ്ങനെ വന്നത്? അപ്പോൾ ഞങ്ങളെല്ലാവരെയും സഹായിക്കും. ഒരുപാട് ആൾക്കാർ ഉള്ളവരെ ഇല്ലാത്തവരെയൊക്കെ സഹായിക്കും. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമ്മൾ ഇത്രയൊക്കെ സഹായിച്ചിട്ട് നമുക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചത്? അപ്പോൾ ഞാൻ ചേട്ടനോട് പറയും അതാണ് വിശ്വാസം. നമുക്കെല്ലാം ഇങ്ങനെ ദൈവം തന്നുകൊണ്ട് നമ്മൾ അറിയില്ലല്ലോ എന്താണെന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ചെറിയ ഒരു ഇത് തന്നതാണ്. അപ്പോൾ ഞാൻ പറയും ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. അപ്പോൾ ചേട്ടൻ പറയും നീ അങ്ങനെ പറഞ്ഞോ, കുഴപ്പമില്ല, നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്കും റോട്ടിലാകുമ്പോഴത്തേക്കും മനസ്സിലാവും. ഞാൻ പറഞ്ഞ സാധിച്ചേട്ടൻ നോക്കിക്കോ, നമ്മളെ ദൈവം കൈ കുമ്പിൽ ഇങ്ങനെ സംരക്ഷിക്കും. ജോബ് പറഞ്ഞു